Welcome to RK's Stories. ബിസിനസ്മാൻ ഭാഗം 22. അക്കുവിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് ചെന്നപ്പോ അടുക്കളയിൽ നാണിയമ്മയും സരോജന ചേച്ചിയും നല്ല പണിയിലാണ്. കൂട്ടത്തിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. അടുക്കള കടന്ന് നടുമുറ്റത്തെ ചുറ്റിയുള്ള വരാന്തയിലും പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. പരിചയമുള്ളവരും അല്ലാത്തവരും. എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് നടന്നപ്പോ തൂണുകളിൽ പടർന്നു നിൽക്കുന്ന മുല്ലച്ചെടിയിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. അതിൽ നിന്നും 2-3 ഇറുത്തെടുത്ത് മുടിയിൽ ചൂടിക്കൊണ്ട അമ്മമ്മയുടെ മുറിയിലേക്ക് കയറിയത്. അമ്മമ്മയ്ക്ക് ചുറ്റും മുറി നിറയെ പ്രായമായ പെണ്ണുങ്ങളായിരുന്നു. മുത്തച്ഛനെയൊട്ട് അവിടെ കാണാനുമില്ല. അമ്മമ്മയെ കണ്ടതും തോളത്തിരുന്ന അക്കു കുതിച്ച് ചാടാൻ തുടങ്ങി. ഇവനിവിടെ എല്ലാവരെയും നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. പാടാ കുട്ട. അമ്മമ്മ തൊട്ടടുത്തേക്ക് ഇരിക്കാനായി അവനെ വിളിക്കുക. തോളത്തുനിന്നെടുത്ത് അവനെ ആ അരികത്തേക്ക് ഇരുത്തുന്നതിനിടയിൽ അമ്മമ്മ ചോദിച്ചു, നിങ്ങൾ കാലത്തെ വരുന്നു പറഞ്ഞതല്ലേ ആമിയെ, എന്നിട്ടിതെന്താ പറ്റിയേ? അമ്മമ്മയുടെ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി അമ്മാവൻ സംഭവിച്ചതൊന്നും അവർ രണ്ടുപേരെയും അറിയിച്ചിട്ടില്ലെന്ന്. അക്കു അമ്മമ്മയുടെ ചുളിവ് വീണ മുഖത്തൂടെ കൈകൾ കാറാക്കി ഓടിച്ച് കളിക്കുക. ഇറങ്ങാൻ നേരത്ത് ഡോക്ടർക്കൊരു അർജന്റ് കേസ്, അതുകൊണ്ടാ വൈകി അമ്മമ്മേ. പറയുമ്പോ നുണയൊട്ടു പറഞ്ഞുമില്ല. എന്നാ പറഞ്ഞില്ലെന്ന് ചോദിച്ചാ പറഞ്ഞു. അത്തരത്തിലൊരു മറുപടി കൊടുത്തിട്ട് മുറിയിലിരിക്കുന്നവരെ നോക്കി. ചിലരെ ആദ്യമായിട്ട് കാണുക, ബാക്കിയുള്ളവരെ വീട് താമസത്തിന്റെ അന്ന് കണ്ടിരുന്നു. ഡോക്ടറോ? അതാരാ? അമ്മമ്മയുടെ സംശയം കേട്ടപ്പോഴാ അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർത്തത്. അത് പിന്നെ കണ്ണേട്ടന്റെ കാര്യം പറഞ്ഞതാ. ആ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരിക്കൊപ്പം മുറിയിലിരുന്നവരും ചിരിച്ചപ്പോ അയ്യടാന്നായിപ്പോയി. കൂട്ടത്തിൽ അക്കു ഇരുന്ന് ചിരിക്കുന്നു. അവനെ നോക്കി കണ്ണുരുട്ടിയിട്ട് അമ്മമ്മയെ നോക്കി. ഈ താക്കോ നന്നായേ കേട്ടോ കല്യാണിയെ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യേ. നിനക്ക് ആളെ മനസ്സിലായോ കല്യാണിയെ? നമ്മുടെ കണ്ണന്റെ പെണ്ണായത് ആമി. ഊവ് മനസ്സിലായേക്കണോ? പിള്ളേര് ഫോട്ടോ കാട്ടി തന്നായിരുന്നേ. ആ ആമിയെ, ഇതെന്റെ മാമന്റെ ഇളയ മോളാ, പേര് കല്യാണി. ആള് ഇവിടെ അങ്ങ് ഉണ്ടായിരുന്നില്ല, ഓനോടൊപ്പം അങ്ങ് ജർമ്മനിയിലായിരുന്നു. ഇവളുടെ മൂത്ത ചേച്ചി ഞാനുമായിരുന്നേ പഠിക്കാൻ പോകുമ്പോഴത്തെ കൂട്ട്. അവളങ്ങ് നേരത്തെ പോയി. ആ ഓർമ്മയിൽ അമ്മമ്മയുടെ മുഖം മങ്ങി. എങ്കിലും അടുത്ത നിമിഷം ആ സങ്കടത്തിന് മേൽ അമ്മമ്മ ചിരിയുടെ ഒരു ആവരണം അണിഞ്ഞു. ഇവളും അവളും തമ്മിൽ 14 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൂടി വയസ്സാം കാലത്ത് തോന്നിയ ഒരു കുസൃതി അല്ലേടി കല്യാണിയെ. മുറിയിൽ വീണ്ടും ഒരു ചിരി പടർന്നു. ഒന്ന് പോ ചേച്ചി. കല്യാണി അമ്മയുടെ പരിഭവം കൂടിയായപ്പോ ആ ചിരിക്ക് ഒന്നുകൂടി ആക്കം കൂടി. മുത്തശ്ശൻ എവിടെ അമ്മമ്മേ? ഒന്നും പറയണ്ട എന്റെ കുട്ടിയെ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞാ കേൾക്കണ്ടേ? കൊച്ചുമോന്റെ നിശ്ചയാന്നും പറഞ്ഞ് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കലവറയിലേക്ക്. ഒറ്റയ്ക്കോ? അറിയാതെ കണ്ണു മിഴിഞ്ഞു. നല്ല ശേലായി, ഒറ്റയ്ക്ക് ഞാൻ വിടുവോ? കൂടെ പ്രസാദും സാവിത്രിയുണ്ട്. അത് കേട്ടപ്പോ ഉത്സാഹായി. ആണോ? എന്നാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അമ്മേ. തിരിഞ്ഞ് അക്കുവിനെ നോക്കി. അവൻ അപ്പോഴും അമ്മമ്മയുടെ കൈകളിൽ കൂടിയും കാലുകൾ കൂടിയുമൊക്കെ കാർ ഓടിച്ച് കളിയാ. ഡാ, നീ വരുന്നോ? അവൻ ആളെ മയക്കുന്ന ചിരി ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ചുമൽ പൊക്കി കാട്ടി. സംസാരം തുടർന്ന പ്രായമായ സ്ത്രീകൾക്കിടയിൽ കൂടി പിന്നാമ്പുറത്തേക്കുള്ള വാതിൽ വഴിയാ പുറത്തേക്ക് ഇറങ്ങിയത്. ചായ്പിനോട് ചേർന്ന കലവറ കെട്ടിയിരിക്കുന്നേ. അവിടെ നിന്നും ആരുടെയൊക്കെയോ സംസാരം കേൾക്കാം. അതോടൊപ്പം തന്നെ എന്തൊക്കെയോ ചീനച്ചട്ടിയിൽ മൊരിയുന്നതിന്റെ മണവും കാറ്റിലെത്തുന്നുണ്ട്. മൂക്ക് വിടർത്തി ആ ഗന്ധം ആസ്വദിച്ചുകൊണ്ടാ അങ്ങോട്ടേക്ക് നടന്നത്. മുത്തച്ഛൻ കലവറയ്ക്കകത്ത് ഒരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. പ്രായമായ കുറച്ചു പേര് പുള്ളിക്കു ചുറ്റും കൂടിയിരുന്ന് എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബാല്യകാലം തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ഓർമ്മകളൊക്കെ പുറത്തെടുത്തിട്ട് ചിക്കി ചികയുകയാണെന്ന് തോന്നി അവരുടെ ആ സംസാരവും ചിരിയും ഒക്കെ കണ്ടപ്പോ.
കഴിഞ്ഞുപോയ കാലങ്ങളുടെ മധുരവും കയ്പും മയവിറക്കി അവരതിലങ്ങനെ മതിമറന്നിരിപ്പ. അമ്മാവനും അമ്മായിക്കുമൊപ്പം ഗോപിയച്ഛനും അമ്മയും നിൽപ്പുണ്ട്. ഗോപിയച്ഛന്റെയും അമ്മയുടെയും ഇരിപ്പ് കണ്ടപ്പോ അത്ഭുതം തോന്നി. അവരിത്ര പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയോ? സൈൻടെക് ഹോസ്പിറ്റലിന്റെ MD ഗോപിയച്ഛന്റെ ഇരിപ്പ് കണ്ടപ്പോ ചിരി വന്നു. ആളൊരു കള്ളിമുണ്ടും ബനിയനും എടുത്ത് തലയിൽ തോർത്ത് കൊണ്ടൊന്ന് ചുറ്റിക്കെട്ടി മേശപ്പുറത്ത് കയറിയിരുന്ന് പച്ചക്കറികൾ അരിയുക. ആ ഒരു രൂപവും എറണാകുളത്ത് വീട്ടിൽ കാണുന്ന രൂപവും കൂടി ഒന്നൊത്തു നോക്കി. ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ചിരിയുടെ ശബ്ദം കേട്ട് അമ്മയും അമ്മാവനും തിരിഞ്ഞു നോക്കി. അമ്മാവൻ ആ മേശയുടെ അടുത്ത് തന്നെ ഒരു കസേര ഇട്ടിരുന്ന് ഗോപിയച്ഛനോടൊപ്പം കറിക്കരിയുക. അരിഞ്ഞു വെക്കുന്ന ക്യാരറ്റും മറ്റും എടുത്ത് തിന്നുകൊണ്ട് അമ്മയും അവരെ സഹായിക്കുന്നുണ്ട്. അമ്മായി അല്പം മാറി താഴെ പായയിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊപ്പമാ. അവിടെ ഉള്ളിയും സവാളയും അരിയല നടക്കുന്നേ. കൂട്ടത്തിൽ ബാക്കിയുള്ള പച്ചക്കറികൾ അരിയുന്നവരുണ്ട്. അപ്പുറത്ത് കുറച്ച് പിള്ളേര് കൂടിയിരുന്ന് വാഴയിലകൾ തുടച്ചു വെക്കുന്നു. അവിടെ വേറെയും ആൾക്കാരുണ്ട്. നടുക്ക് വെച്ചിരിക്കുന്ന ഉരുളിയിലേക്ക് മെഷീൻ ഉപയോഗിച്ച് തേങ്ങ ചിരണ്ടിയിടുന്ന രണ്ടുപേർ. ആ പീര തോർത്ത് കെട്ടി അതിനകത്തേക്കാക്കി പിഴിഞ്ഞ് പാലെടുക്കുന്ന മറ്റു ചിലർ. ഇതിനു മുന്നേ ഇവന്റ് മാനേജ്മെന്റുകാർ ഒരുക്കുന്ന കല്യാണവും സദ്യയും മാത്രം കണ്ടുപരിചയമുള്ള എനിക്ക് അതൊരു അത്ഭുത ലോകം തന്നെയായിരുന്നു. അച്ഛനെയും അമ്മാവനെയും സഹായിക്കാമെന്ന് കരുതി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാ മറ്റൊരു കാഴ്ച കണ്ടത്. രണ്ടുപേരുടെയും അടുത്തായി ഗ്ലാസുകളിൽ ബാറിലെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതെടുത്തൊന്നും മൊത്തി ടച്ചിങ്സായി ക്യാരറ്റും കടിച്ചുകൊണ്ട രണ്ടാളുടെയും പണി. വെറുതെ അല്ല രണ്ടിന് ഇത്ര ഉത്സാഹം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ മറ്റു പലരുടെയും അടുത്തുണ്ട് ബാറിലെ വെള്ളം. തീരുന്നതനുസരിച്ച് അത് നിറയ്ക്കാനും ആളുകളുണ്ട്. കൊള്ളല്ലോ സെറ്റപ്പ്. പ്രസാദേട്ടനും നിമിഷേച്ചിയും മുൻവശത്ത് വരുന്നവരെ സ്വീകരിക്കുന്ന ഡ്യൂട്ടിയാണെന്ന് തോന്നുന്നു. രാത്രി വീട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കും ഒക്കെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെയും മനുവിനെയും മാത്രം കണ്ടില്ല. ആ രൂട്ടനും അനുമോളും കൂടി കുഞ്ഞിയെയും അച്ഛനെയും പിന്നെ അവിടെ വീട്ടിലുള്ളവരെയും വിളിക്കാൻ പോയേക്കുവാ മോളെ. എല്ലാവർക്കും ഭക്ഷണം ഇവിടെ അല്ലേ? എന്റെ നോട്ടവും കണ്ണുകളിൽ അന്വേഷണവും കണ്ടിട്ടാന്ന് തോന്നുന്നു അമ്മ കാര്യം പറഞ്ഞു. വിഷ്ണുവും കൂട്ടുകാരും മുൻവശത്തു നിന്നും പറമ്പിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ നിന്നും അവന്റെ പാട്ട് കേട്ടു. മനസ്സ പെണ്ണാളെ നീയെന്നെന്റെ ചാരത്തു വന്നില്ലേ, ചെഞ്ചോലും പുഞ്ചിരിയാൽ നീയെന്നെന്റെ മാനസം കട്ടില്ലേ. മനസ്സ പെണ്ണാളെ നീയെന്നെന്റെ ചാരത്തു വന്നില്ലേ, കാലത്തെഴുന്നേറ്റ് ഞാനെന്നങ്ങേ കാവിലി വന്നപ്പോൾ ആൾത്തറച്ചോട്ടിൽ നിന്നും പാറി വന്ന കൺമുന കൊണ്ടല്ലോ. മനസ്സ പെണ്ണാളെ നീയെന്നെന്റെ ചാരത്തു വന്നില്ലേ, ചെഞ്ചോലും പുഞ്ചിരിയാൽ നീയെന്നെന്റെ മാനസം കട്ടില്ലേ. അന്നങ്ങേ കാവിൽ വെച്ച് എന്റെ ഈ കരളങ്ങു നഷ്ടം വന്നേ, ഉള്ളിപ്പാവാടക്കാരി അന്നെന്റെ കരളങ്ങു കൊണ്ടുപോയേ. മനസ്സ പെണ്ണാളെ നീയെന്നെന്റെ ചാരത്തു വന്നില്ലേ, ചെഞ്ചോലും പുഞ്ചിരിയാൽ നീയെന്നെന്റെ മാനസം കട്ടില്ലേ. മനസ്സ പെണ്ണാളെ നീയെന്നെന്റെ ചാരത്തു വന്നില്ലേ, ചെഞ്ചോലും പുഞ്ചിരിയാൽ നീയെന്നെന്റെ മാനസം കട്ടില്ലേ. ഗോപിയച്ഛനും അച്ഛനും അമ്മാവനും ഒക്കെ മേശയിലടിച്ച് ആ പാട്ടിന് താളം പിടിച്ചു. മുത്തച്ഛനും കൂട്ടുകാരും പോലും ഇരിക്കുന്ന കസേരയിൽ താളം പിടിക്കാൻ തുടങ്ങി. വിഷ്ണുവിന്റെ പാട്ടും കേട്ട് അച്ഛനോടും അമ്മാവനോടും ഒപ്പം കൂടി പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തറവാടിന്റെ വലതുവശത്ത് കെട്ടിയിരിക്കുന്ന പന്തലിൽ നിന്നും ഡോക്ടറുടെ സംസാരം കേട്ടു. അവര് വന്നെന്ന് തോന്നുന്നു. അമ്മ അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നു. അച്ഛനോടൊപ്പം ശാരദേച്ചിയും ഭർത്താവ് കരണൻ ചേട്ടനും പിള്ളേരും ഉണ്ടാകുമെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ അമ്മ അങ്ങോട്ടേക്ക് പോകും മുന്നേ അവരെല്ലാം കൂടി കലവറയിലേക്ക് കയറി വന്നു. ആഹാ, എല്ലാവരും നല്ല പണിയിലാണല്ലോ, ഞങ്ങളും കൂടാ. കലവറയിലേക്ക് വന്ന അച്ഛൻ പറഞ്ഞത് കേട്ട് മുത്തച്ഛൻ എഴുന്നേറ്റു. അച്ഛൻ ആ കൂട്ടത്തിലേക്ക് ചെന്ന് അവരോട് സംസാരം തുടങ്ങിയപ്പോ കൂടെ കരണൻ ചേട്ടനും ചെന്നു. ശാരദേച്ചിയും പിള്ളേരും ഇവിടത്തെ ഒരുക്കങ്ങളെല്ലാം കണ്ട് കണ്ണും മേഴിച്ച് നോക്കുന്നുണ്ട്. ശാരദേച്ചിക്ക് 2 മക്കളാണേ. മൂത്തയാൾ 10ൽ പഠിക്കുന്നു, നവ്യ. രണ്ടാമത്തെയാൾ 8ലും, പേര് ഭവ്യ. അവരൊക്കെ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ ഒരു മേളം. എന്തേ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാ, ഇവിടെ വന്നിരിക്കേ.
അമ്മായി വിളിച്ചത് കേട്ട് ശാരദേച്ചി പിള്ളേരെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നു. അവർ ചെന്ന പാടെ ആരോ ഒരാൾ കുറച്ച് പച്ചക്കറി എടുത്ത് ശാരദേച്ചിയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്കും ആ കൂട്ടത്തിൽ കൂടാനൊരു സന്തോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മായി പിന്നെ ആരെയും സംസാരിച്ച് കയ്യിലെടുത്തോളും. പിള്ളേര് രണ്ടും അമ്മയ്ക്ക് ചുറ്റുമിരുന്ന് ഓരോന്നൊക്കെ നോക്കി കാണുന്നുണ്ട്. ഡി, നിന്റെ ഐബിനും കൂട്ടുകാരും എങ്ങോട്ട് പോയി? അടുത്തേക്ക് വന്ന അനുവിനോട് ചോദിച്ചു. അവര് വിഷ്ണുവേട്ടന്റെയും കൂട്ടുകാരുടെ അടുത്തുണ്ട്. കുഞ്ഞിയുടെ കണ്ണുകൾ കൂട്ടത്തിൽ ആരെയോ തിരയുന്നുണ്ട്. തെക്കേ പുറത്തു നിന്നും വിഷ്ണുവിന്റെ ശബ്ദം കേട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ ഫോക്കസ് അങ്ങോട്ടേക്കാ. ഈ ഡോക്ടർ ഇത് എങ്ങോട്ട് പോയി എന്ന് ഓർത്തതേയുള്ളൂ. തലയ്ക്ക് പിന്നിലൊരു തോണ്ടൽ. ഓ, ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇന്ന് നേരം വെളുത്തിട്ട് പതിവുള്ള തോണ്ടൽ ഇപ്പോഴാണേ കിട്ടുന്നേ. പാറുട്ടിയെ നീ ഇപ്പോഴും വന്നപടി നിൽക്കുവാന്നോ? പോയി ഡ്രസ്സ് മാറിയിട്ടിരിക്കാറുന്നില്ലേ? അയ്യേ ഡോക്ടറെ, ഞങ്ങൾ പെണ്ണിന്റെ വീട്ടുകാരാ. ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോവും. നിങ്ങൾ പെണ്ണു വീട്ടുകാരാണോ? എങ്കിലും ഞാനും അതെ. പുള്ളിക്കാരൻ കൈ ഉയർത്തി കഴിഞ്ഞു. കുഞ്ഞ് വന്നത് വിഷ്ണു അറിഞ്ഞെന്ന് തോന്നുന്നു. തെക്കേ വശത്തെ പന്തലിൽ ആളുടെ ഒരു തലവെട്ടം. ദാ ഇങ്ങ് പോരി, അവിടെ നിന്ന് എത്തി കുത്തി നോക്കി വെറുതെ പെടലി കളയണ്ട. ഡോക്ടർ വിളിച്ചു പറഞ്ഞത് കേട്ട് അവനൊരു ചമ്മിയ ചിരിയോടെ കലവറയിലേക്ക് എത്തി. അന്വേഷിച്ച ആളെ കണ്ടെത്തിയതിന്റെ പൂക്കാലം കുഞ്ഞിയുടെ കണ്ണുകളിൽ. അനു വന്ന് അടുത്തിരുന്ന് അരിയാനുള്ള പച്ചക്കറികളിൽ ചിലത് അവളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു. കുഞ്ഞിയും വിഷ്ണുവും കൂടി എന്തൊക്കെയോ കുശുകുശുക്കുന്നതും തെക്കേപ്പുറത്തേക്ക് മുന്നേ നടന്നുപോയ വിഷ്ണുവിനെയും ആരും കണ്ടിട്ടില്ലെന്ന പോലെ അവന്റെ പിന്നാലെ പമ്മി പതുങ്ങിപ്പോകുന്ന കുഞ്ഞിയെയും കടക്കണ്ണാൽ നോക്കി ചിരി കടിച്ചമർത്തുമ്പോ അടുത്തേക്ക് ചാരി നിന്ന ഡോക്ടറുടെ കൈകൾ ആരും കാണാതെ കുസൃതി കാട്ടി. രാത്രി ഭക്ഷണം കഴിഞ്ഞതും പ്രായമായവരെല്ലാം ഉറങ്ങാനായി പോയി. എന്നാൽ ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം ചെറുപ്പക്കാരെല്ലാം ഒന്നുകൂടി ഉഷാറായതുപോലെ. അതോടെ ഒരു കാര്യം ഉറപ്പായി, ഇന്ന് രാത്രി ഉറങ്ങാതെ നേരം വെളുപ്പിക്കേണ്ടി വരുമെന്ന്. ഭക്ഷണം കഴിഞ്ഞതോടെ വിഷ്ണുവും ഐബിനും അവരുടെ കൂട്ടുകാരും കലവറയിലേക്ക് കയറി. അതോടെ അവിടെ ഒരു പൂരത്തിനുള്ള ആളായി. ഗോപിയച്ഛനും അമ്മാവനുമൊക്കെ ചെറുപ്പക്കാരെക്കാൾ ചുറുചുറുക്കോടെ ഓടി നടക്കുന്നു. അവരുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന പാറിലെ വെള്ളമാണോ ഇവരൊക്കെ ഇത്ര ഉഷാറാക്കുന്നത് എന്ന് ചിന്തിച്ചു പോയി. തൊട്ടും പിടിച്ചും വിഷ്ണുവിനെ സഹായിക്കാൻ കുഞ്ഞ് കൂടെ നിന്നെങ്കിലും 10 മണിയായതോടെ അച്ഛൻ അവളെ നോക്കി കണ്ണുരുട്ടി. അതോടെ അവൾ വാലുമടക്കി അടുത്തേക്ക് വന്നു. എന്തിടി, ഈ അച്ഛന് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? എല്ലാവരും കൂടിയിട്ട് എന്ത് രസാ. അവരുടെ കൂടെ നിൽക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യാ? അവൾ ഈർഷ്യയോടെ തല വെട്ടിച്ച് അച്ഛനെ നോക്കി. പൊന്നു മോളെ, നിനക്ക് വിഷ്ണുവിന്റെ കൂടെ നിൽക്കാനല്ലേടി, അല്ലാതെ ഈ പണിയിലൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ലല്ലോ. ചുമ്മാ അവളെ ഒന്ന് വാരാൻ നോക്കിയതാ. ഓ, ഈ പറയുന്ന ആളുടെ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിച്ചും പോകുന്നത് ആരും കാണുന്നില്ലെന്ന് കരുതരുത്. എന്നിട്ടൊരു തോണ്ടലും പിച്ചലും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നോ ആവോ. വായിൽ കോലിട്ട് കുത്തിയ പോലും മിണ്ടാതിരിക്കുന്നവളായിരുന്നു കുഞ്ഞി. അവള് പോലും പ്രതികരിച്ചു തുടങ്ങി. ഓരോ ചെറുക്കന്മാര് വരുമ്പോ ഓരോരുത്തർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ. കൃത്യസമയത്ത് തന്നെ മറന്നു വെച്ച എന്തോ തിരയുന്നത് പോലെ ഡോക്ടർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്ത് കുഞ്ഞി ഇരിക്കുന്നത് കണ്ടതും അങ്ങരുടെ മുഖത്ത് ചമ്മി ഒരു ചിരി തെളിഞ്ഞു. അവളാന്നെ കൂർത്ത ഒരു നോട്ടവും കൊണ്ട് എന്നെ നേരിടുക. ഞാനേ ഒരു കത്തി ഇവിടെ എവിടെയോ വെച്ചിരുന്ന്, അത് നോക്കി വന്നതാ. ഡോക്ടറുടെ ആ പറച്ചില് കേട്ടപ്പോ ഇറുക്കിട്ടൊരു കുത്തു കൊടുക്കാനാ തോന്നിയേ. അല്ലേ തന്നെ മനുഷ്യനിവിടെ തൊലി ഉരിഞ്ഞതുപോലെ നിൽക്കുക. അതിനിടയിലാ അങ്ങരുടെ ഒരു ചളി. ആ കത്തിയല്ലേ ഈ ഇരിക്കുന്നേ? എന്നെ ചൂണ്ടിക്കൊണ്ടുള്ള അവരുടെ പറച്ചിൽ കണ്ടില്ലെന്ന് നടിക്കുന്നതിനിടയിൽ ഡോക്ടറെ അടിമുടി നോക്കി ഒന്ന് മൂളിയിട്ട് നടന്നു പോകുന്ന കുഞ്ഞിയെ നോക്കി ഡോക്ടർ കണ്ണു മിഴിച്ചു. കുഞ്ഞിക്ക് എന്തു പറ്റി പാറൂട്ടിയെ? മനുഷ്യന് നാണം കെടുത്താനായിട്ട്. എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? അവള് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതേ എന്നെ തോണ്ടാനാണെന്ന്. അതാണോ ഇത്ര വലിയ കാര്യം? അവൾക്ക് കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിലേ അവള് പോയാ വിഷ്ണുവിനെ തോണ്ടട്ടെ എന്ന്. അതല്ലേ പ്രശ്നം. അച്ഛൻ അവളോട് പോകാന്ന് പറഞ്ഞതിന്റെ കലിപ്പ പെണ്ണിനെ. അയ്യോടെ എന്തിനാ പോകുന്നേ? എല്ലാവർക്കും ഇവിടെ തന്നെ അങ്ങ് കൂടാന്നേ. എന്നിട്ട് കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് നിശ്ചയവും നമുക്ക് അങ്ങ് അടിപൊളിയാക്കാം. കാലത്തെ അടിപൊളിയാക്ക എന്നാ പറഞ്ഞതെങ്കിലും ഇപ്പോഴേ അടിപൊളിയാക്കാനുള്ള തയ്യാറെടുപ്പുമായി അങ്ങേര് കയ്യും നീട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അത് ശരിയാകില്ല മോനെ. പിന്നിൽ നിന്നും അച്ഛന്റെ ശബ്ദം കേട്ടതും ആള് ഡീസന്റായി. രാത്രി ഉറക്കാൻ നിന്നാൽ ശരിയാകില്ല. മാത്രമല്ല
നിശ്ചയമായിട്ട് കുഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നതും അത്ര ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാ നല്ലത്. ഞങ്ങളെ അവിടെ വീട്ടിലാക്കിയിട്ട് നിങ്ങൾ വേണേ തിരിച്ചു പോരൂ. ഓ, അതിനിപ്പോ എന്താ വെച്ചാ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ. അങ്ങേര് അനുസരണയുള്ള മരുമകനായി. ഡോക്ടർ വണ്ടി എടുത്തപ്പോ ശാരദേച്ചിയും പിള്ളേരും ഞങ്ങളോടൊപ്പം വണ്ടിയിൽ കയറിയെങ്കിലും കരുണേട്ടൻ ചെറുപ്പക്കാരോടൊപ്പം അവിടെ തന്നെ അങ്ങ് കൂടി. പുള്ളിക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുഞ്ഞിയുടെ മുഖം ഒരു കൊട്ട ഉണ്ടായിരുന്നു. ആരുടെയും ശല്യമില്ലാതെ അനുവും ഐവിനും സല്ലപിക്കുന്നത് കണ്ടുകൊണ്ട് വിഷ്ണുവിന്റെ അടുത്തു നിന്നും പോരേണ്ടി വന്നതിന്റെ കലിപ്പിലായിരുന്നു അവൾ. അച്ഛൻ പറയുന്നതിനപ്പുറം ഇന്നേ വരെ പോയിട്ടില്ലാത്തത് കൊണ്ട് മാത്രം അവൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അവരെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരും വഴി തറവാട്ടിലേക്ക് വണ്ടി വളക്കാൻ തുടങ്ങിയ ഡോക്ടറുടെ കയ്യിൽ ഞാൻ കയറി പിടിച്ചു. വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തിയ ഡോക്ടർ മുഖം തിരിച്ചു നോക്കി. അതെ, ഇനിയിപ്പോ ഓടി പിടിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ ഇപ്പൊ തന്നെ 2 സദ്യ വെക്കാനുള്ള ആളുകളുണ്ട്. അതിന് ഡോക്ടർ വണ്ടി ഇവിടെ ഒതുക്കിയിട്. നമുക്കേ വീടിന്റെ പുറകിലെ പുഴയോരത്തേക്ക് പോവാം. നല്ല നിലാവുണ്ട്. ഇന്ന് നേരം വെളുക്കും വരെ നമുക്ക് അവിടെ ഇരിക്കാം. എന്നിട്ട് വേണം ഉള്ള മഞ്ഞൊക്കെ കൊണ്ട് നാളെ നേരം വെളുക്കുമ്പോഴേക്കും തുമ്മിയും ചീറ്റിയും നിൽക്കാൻ, അല്ലേ? യോ, ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഉലക്ക കിട്ടാതിരുന്ന ശ്രീനിവാസന്റെ മുഖഭാവം എടുത്തണിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേരെ നോക്കി. എന്റെ ഡോക്ടറെ കുറച്ച് കാര്യങ്ങൾ ഗൗരവത്തോടെ സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടിയാ. എന്ത് കാര്യം? അങ്ങേര് വീണ്ടും സീറ്റിലിരുന്ന് പുരികങ്ങൾ പൊക്കിയും താഴ്ത്തിയും കളിയാ. അതെ, ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്ത് കാര്യം? പുതിയ ഒരാളെ കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് കൂട്ടുന്ന കാര്യം. അതെ, അതിനല്ലേ നിശ്ചയം നാളെ നടക്കാൻ പോകുന്നേ. കല്യാണം കഴിയുന്നതോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ കൂടി കൂടും. അതിനിപ്പോ എന്താ? ചില സമയത്തെ ഈ ബിസിനസ്മാൻ പൊട്ടനാ, തനി പൊട്ടൻ. ഡോക്ടർ അല്ലേ പറഞ്ഞത് ഒരു കുഞ്ഞുണ്ടാവുന്നേ, അതിന്റെ ക്ഷേമ സൗകര്യങ്ങൾ കൂടി അന്വേഷിക്കാന്ന്. അത് കാര്യം പിടികിട്ടിയതുപോലെ ബിസിനസ്മാൻ തല കുലുക്കിയിട്ട് ഒരു നോട്ടം. ആ തുളച്ച് കയറുന്ന അങ്ങനെയുടെ ഒരു നോട്ടം ഇല്ലേ, അത് തന്നെ. അതിനിപ്പോ പുഴയുടെ തീരത്തേക്ക് പോണ പാറുട്ടിയെ, നല്ല ഒന്നാന്തരം മുറിയല്ലേ അകത്തുള്ളത്. അയ്യോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അതിനു വേണ്ടി നേരെ അങ്ങോട്ട് പോവാനല്ല, പിന്നെ ഈ നിലാവും ഡോക്ടർ അമർത്തി മൂളുക, പിന്നെ ആ പുഴയും ആ മലയിൽ തട്ടി വരുന്ന തണുത്ത കാറ്റും. മനസ്സിലായി. വാ പോവാ. ഏ, പിന്നെ പോവാന്ന്. ആള് ചാർജായി വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിക്കഴിഞ്ഞു. ശബ്ദം ഉണ്ടാക്കാതെ ഡോക്ടറുടെ പിന്നാലെ തിരികെ നടന്ന് വീടിന്റെ പറമ്പിലേക്ക് കയറി. അച്ഛൻ വാതിലടച്ച് മുൻവശത്തെ ലൈറ്റും കിടത്തിയിരുന്നു. കുഞ്ഞ് കിടക്കുന്ന മുറിയിൽ ലൈറ്റ് കാണാം. അവൾ ഇന്ന് ഉറങ്ങുന്നു തോന്നുന്നില്ല. മിക്കവാറും കുത്തിയിരുന്ന് വിഷ്ണുവിനെ വിളിക്കുവാവും. പുഴക്കരയിലേക്കുള്ള ഗേറ്റ് തുറന്ന് ഡോക്ടറോടൊപ്പം പുറത്തേക്കിറങ്ങി. ഇരുവശത്തും ചെറിയ ചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ പുഴയുടെ ആ തീരം ഒരു പ്രൈവറ്റ് പ്ലേസ് പോലെയാ. പുഴയുടെ തീരത്തുള്ള പൂഴി മണലിൽ കാലുകൾ നീട്ടിയിരുന്ന ഡോക്ടറുടെ മടിയിലേക്ക് തലവെച്ച് മുകളിലേക്ക് നോക്കി. തെളിഞ്ഞ ആകാശത്തിൽ ചിതറിയ കണ്ണാടി കഷ്ണങ്ങൾ പോലെ തിളങ്ങുന്ന പൊട്ടുകൾ. സഹ്യനെ തലോടിയെത്തിയ കാറ്റ് തണുപ്പിന്റെ പുതപ്പ് വിരിച്ചു. അരുമയുടെ മുഖത്തിഴയുന്ന ഡോക്ടറുടെ കൈകൾക്ക് ചെറു ചൂട്. ആ കൈകൾ രണ്ടും വിടർത്തി കവിളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ആ ചൂട് ആസ്വദിച്ചു. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.